ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം, യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ തന്നെയായിരുന്നു നമ്മുടെ എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളെല്ലാവരും അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനിയുള്ള സമയം എന്ന് പറയുന്നത്, നമ്മുടെ എക്സാം വരെയുള്ള ഇനിയുള്ള സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ ഒരു സമയം ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളൊരു എക്സാമിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല, അല്ലെ? കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ? റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും പിന്നിലായിട്ട് കിടക്കുകയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 ആണ്, അല്ലെങ്കിൽ 55 ആണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 65 മാർക്കിന് വേണ്ടി പഠിച്ചെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്താനും ഉടനെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പൊ പഠിക്കാനായിട്ട് നിങ്ങൾ മെനക്കെടുമ്പോൾ അത് നല്ല രീതിയിൽ, അല്ലെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പൊ അത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ടാണ് ഒരു ടൈം ടേബിൾ, ഒരു 90 ഡേയ്സിന്റെ ടൈം ടേബിൾ നിങ്ങളിൽ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് Day 1, Day 2, Day 3 അങ്ങനെ 90 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് ടൈം ടേബിൾ ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ദിവസവും പഠിക്കാനുള്ള കൃത്യമായിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തരുന്നു. ഇതനുസരിച്ച് ആപ്പിലെ ക്ലാസ്സുകൾ കണ്ട് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കിക്കൊള്ളുക, Day 1 പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ് നമ്മളവിടെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് അവിടെ പഠിക്കുന്നുണ്ട്. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ, അവരെ അവകാശങ്ങളും കടമകളും, പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന വീഡിയോ അല്ലെങ്കിൽ പാർട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ ജോഗ്രഫിയിലെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ Day 1 പഠിക്കേണ്ടത്. ഈ Day 1 എന്ന് പറയുന്നത് ഓരോ വീഡിയോസ് ആണ്. ഈ വീഡിയോസിന്റെ താഴെയായിട്ട് നോട്ട്സ് ഉണ്ടാവും, അല്ലെ? ഈ വീഡിയോസ് കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ Day 1 നിങ്ങൾ അത്രയോ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. Day 1 പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നു. ഇനി അടുത്തത് Day 2 ആണ്. അപ്പൊ Day 2 എന്ന് പറയുമ്പോൾ ഇവിടെ വീണ്ടും സ്പെഷ്യൽ ടോപ്പിക്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, സ്പെഷ്യൽ ടോപ്പിക്സിൽ പാർട്ട് 2. നേരത്തെ നമ്മൾ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആയിരുന്നു, ഇത് രണ്ടാമത്തെ പാർട്ട് വീഡിയോ കാണുന്നു. അതേപോലെ 1857 രണ്ടാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ കാണുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജോഗ്രഫിയിൽ നിന്ന് നമ്മൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ്, 1 മാർക്കിനൊക്കെ ചോദ്യം വരുന്നതാണ്. അതേപോലെ എക്കണോമിക്സ് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ Day 2 പഠിക്കുന്നത്. ഇനി Day 3 വരുമ്പോൾ അവിടെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, സ്പെഷ്യൽ ടോപ്പിക്സിന് തന്നെ പാർട്ട് 3. അതേപോലെ നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മളിവിടെ കവറപ്പ് ചെയ്യുന്നു. ജോഗ്രഫിയിലെ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ടോപ്പിക്ക് കവറപ്പ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറഞ്ഞ ടോപ്പിക്ക് കവറപ്പ് ചെയ്യുന്നു 3-ാമത്തെ ദിവസം. 4-ാമത്തെ ദിവസം വീണ്ടും അടുത്ത ടോപ്പിക്കുകൾ. കണ്ടോ, ഇങ്ങനെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് തരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്കുകൾ അത് ഓരോ ചലഞ്ചുകളായിട്ട് കണ്ട് ഓരോ ദിവസത്തെയും ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഇത്തരത്തിൽ ഓരോ ദിവസവും ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടോ, ഇങ്ങനെ 5-ാം ദിവസം, 6-ാം ദിവസം, അങ്ങനെ 7-ാം ദിവസം, 8-ാം ദിവസം, 9, 10 ദിവസം വരെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ നിങ്ങൾക്ക് തരും, അല്ലെ? ഇങ്ങനെ ഓരോ ദിവസവും തരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് വളരെ കൃത്യമായിട്ട് കവറപ്പ് ചെയ്യണം, അല്ലെ? ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീക്കിലി എന്തുണ്ടാവും? ലൈവ് സെക്ഷൻസ്, അല്ലെ? ഡെയിലി ലൈവ് സെക്ഷൻസ്, വീക്കിലി 4 മുതൽ 5 വരെ ലൈവ് സെക്ഷൻസ് ആണ് എങ്കിലും, അല്ലെ, അതിന്റെ ലൈവ് കാണാൻ സാധിക്കാത്തവരുണ്ടാവും, അല്ലെ? എല്ലാവർക്കും ലൈവ് കാണണമെന്ന് സാധിക്കുന്നില്ല. ചിലപ്പോൾ ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ 90 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ടൈം ടേബിൾ ആണ് നമുക്കുള്ള ഒരു വലിയൊരു മിഷൻ ആണിത്, അല്ലെ? 90 ഡേയ്സ് കൊണ്ട് നമ്മൾ സിലബസ് കവറപ്പ് ചെയ്യുന്ന വലിയൊരു മിഷൻ ആണ്. ഓരോ ദിവസവും നമ്മളൊരു പഴഞ്ചൊല്ല് കേൾക്കാറുണ്ട്, എന്താണ്? പയ്യെ തിന്നാൽ പനയും തിന്നാവും, അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക, അല്ലെ? നമ്മൾ ആദ്യം തന്നെ ഒറ്റയടിക്ക് നമുക്ക് ചാടി കയറാനായിട്ട് സാധിക്കില്ല. ഓരോ സ്റ്റെപ്പ് വെച്ച് നമുക്ക് കയറാനായിട്ട്, മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങളിലേക്ക് തരുന്ന ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും വീക്ക്ലി എക്സാമുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ മറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 7ാമത്തെ ദിവസം നമുക്ക് റിവിഷൻ ഡേ ആണ്. ഇതുവരെ നമ്മൾ എന്തെല്ലാം ടോപ്പിക്കുകൾ പഠിച്ചോ ആ ടോപ്പിക്കുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, 7ാമത്തെ ദിവസം നമ്മൾ പഠിച്ചു തീർക്കുന്നു, റിവിഷൻ ചെയ്യുന്നു അല്ലെ. റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ റിവിഷനോടൊപ്പം ഒരു റിവിഷൻ എക്സാമും കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് പഠിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, വീണ്ടും കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിലബസ് കവറപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഒരു 10 ദിവസത്തെ ടൈം ടേബിൾ മാത്രമേ നിങ്ങളെ ഞാൻ കാണിച്ചുള്ളൂ. നമ്മുടെ 90 ഡേയ്സ് കംപ്ലീറ്റ് ടൈം ടേബിൾ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുവാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 90 ഡേയ്സ് കൊണ്ട് സിലബസ് കവറപ്പ് ചെയ്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പത്രത്തില് ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തവരാണ്, പക്ഷേ പഠനം എങ്ങും എത്തുന്നില്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും പുതിയൊരു ബാച്ചാണ് നമ്മുടെ എക്സൈസ് ഡ്രൈവർ ബാച്ച് എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ടുള്ള ഡെയിലി ടോപ്പിക്കുകൾ അല്ലെ വീക്ക്ലി എക്സാമുകൾ, ലൈവ് സെക്ഷനുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ഡെയിലി തരുന്ന ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ എക്സൈസ് ഡ്രൈവർ ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇതിലേക്ക് ജോയിൻ ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.